ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇനി പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം ലഭിക്കില്ല. കർശന നടപടിക്ക് കേന്ദ്രത്തിന് നിർദ്ദേശം നൽകി സുപ്രീം കോടതി. രാജ്യത്ത് നിരത്തിലിറങ്ങുന്ന ഏകദേശം 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നും കോടതി. അടിപൊളി, 8ന്റെ പണി വരുന്നു. വണ്ടിക്കാർ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എടുത്തുവെച്ചോളൂ. ഇല്ലെങ്കിൽ പെട്രോളോ ഡീസലോ ഇനി ലഭിക്കില്ല. കർശന നിർദ്ദേശമാണ് സുപ്രീം കോടതി നൽകുന്നത്. അതെ, ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇനി മുതൽ പമ്പുകളിൽ ഇന്ധനം നൽകരുതെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിലിറങ്ങുന്നത് തടയാനും അപകട കേസുകളിൽ നഷ്ടപരിഹാരം വേഗത്തിൽ ഉറപ്പാക്കാനുമാണ് ഇത്തരത്തിലൊരു മാറ്റം. ഇക്കാര്യം കൃത്യമായി പരിശോധിക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിക്ക് സുപ്രീം കോടതി നിർദ്ദേശവും നൽകി. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കം. ഇതിന്റെ ഭാഗമായി പെട്രോൾ പമ്പുകളിൽ ഇൻഷുറൻസ് പരിശോധന പതിവാക്കാനും അതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കാനും പോലീസിനുള്ള പ്രത്യേക ആപ്പുകളും പുതിയ വാഹനങ്ങൾക്ക് കൂടുതൽ കാലയളവിലുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർബന്ധിത ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് തടയാൻ പൈലറ്റ് പദ്ധതി തയ്യാറാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഈ ഉത്തരവ് നടപ്പായാൽ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതുവരെ പെട്രോളോ ഡീസലോ പമ്പുകളിൽ നിന്നും കിട്ടാത്ത സാഹചര്യമുണ്ടാകും. നിരത്തിൽ വാഹനവുമായി ഇറങ്ങുന്ന വ്യക്തികൾ കൃത്യമായി നിർബന്ധിത മോട്ടോർ ഇൻഷുറൻസ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഇറങ്ങുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് ഈ കർശന നിയമം കൊണ്ടുവരുന്നത്. മാത്രമല്ല, കോടതിയുടെ വിലയിരുത്തലിൽ രാജ്യത്ത് നിരത്തിലിറങ്ങുന്ന ഏകദേശം 56% വാഹനങ്ങൾക്കും ഇൻഷുറൻസ് ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യം നിർബന്ധിത മോട്ടോർ ഇൻഷുറൻസിന്റെ ഉദ്ദേശത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും അപകടത്തിനിരയായി നഷ്ടപരിഹാരം കാത്തിരിക്കുന്നവർക്ക് നീതി വൈകുന്നുവെന്നും കോടതി പറഞ്ഞു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് വേഗതയിൽ പിഴയീടാക്കാൻ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നേഷൻ ക്യാമറകൾ ഇൻഷുറൻസ് ഡാറ്റാബേസുകളുമായി ബന്ധിപ്പിക്കണമെന്നും ട്രാഫിക് പോലീസുകാർക്ക് ഇൻഷുറൻസ് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നൽകണമെന്നും കോടതി പറഞ്ഞു. കൂടാതെ സ്വകാര്യ വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കാലാവധി കൂട്ടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ സ്വകാര്യ കാറുകൾക്ക് 3 നിന്ന് 4 വർഷവും ഇരുചക്ര വാഹനങ്ങൾക്ക് 5 നിന്ന് 6 വർഷവുമായാണ് കാലാവധി ഉയർത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് പുതുക്കാൻ വാഹന ഉടമകൾ മടിക്കുന്ന സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ ഉത്തരവ്. ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.